നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ വർക്ക് ഫുള്ള് കഴിച്ചിട്ടുണ്ട്. ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, നമ്മുടെ നെക്സ്റ്റ് ഗിയർ ഷോപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡ്യൂക്ക് ഫ്രണ്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുമ്പെന്ന് വെച്ചാൽ 2 വീഡിയോക്ക് മുമ്പായിട്ട് ഒരു V4 നമ്മൾ RGB ലൈറ്റൊക്കെ സെറ്റ് ചെയ്തില്ലേ. അപ്പം അടുത്ത നമ്മുടെ 390 RGB ലൈറ്റ് സെറ്റ് ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം വന്ന് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു ഹെഡ്ലൈറ്റ് നമ്മൾ പൊളിക്കുകയാണ് കേട്ടോ. ഹെഡ്ലൈറ്റ് പൊളിച്ച് നമ്മൾ DRL നമ്മൾ RGB ലൈറ്റ് സെറ്റ് ആക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഫ്രണ്ടത്തിൻ്റെ നമ്പർ പ്ലേറ്റ് കയ്യിൽ കൊണ്ട് ഇവിടെ നിന്ന് അങ്ങനെ ഒടിഞ്ഞു പോയി കേട്ടോ. അത് ഞാൻ മാറ്റണം. ഇന്ന് തന്നെ അതിൻ്റെ നമ്പർ പ്ലേറ്റ് പുതിയത് എടുക്കണം. അപ്പം RGB ലൈറ്റ് ഇന്നിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് മുമ്പായിട്ട് വണ്ടി ഫുള്ള് ചെടിയായിട്ടിരിക്കേണ്ട. കഴിഞ്ഞ ദിവസം കൊച്ചിയിലൊക്കെ ബൈക്കിൽ പോയി ഫുള്ള് മഴയൊക്കെ ആയിരുന്നു കേട്ടോ. ലൈറ്റ് സെറ്റ് ചെയ്തതിന് മുമ്പായിട്ട് കൊണ്ടുപോയി ഫുൾ സർവീസ് ചെയ്യാനുള്ള പരിപാടിയാണ്. ബേക്കിലൊരു ഹിമാലയൻ ഇപ്പോൾ ഉണ്ട്. ഇവിടുന്ന് ഫുൾ ബോഡി PPF കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു ഹിമാലയാണ് കേട്ടോ. ടാങ്കിൻ്റെ ഈ ഭാഗം ഫുൾ മാറ്റും ഇവിടുന്ന് ഇങ്ങോട്ട് ഗ്ലോസ് ചെയ്യാൻ കേട്ടോ. നമ്മൾ ഈ PPF കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള. അപ്പോൾ PPFിനൊക്കെ നിങ്ങൾക്ക് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നമുക്ക് സെറ്റ് ആക്കുന്നത് എങ്ങനെ നോക്കാം. പക്ഷേ അടുത്ത വർക്കിന് ചെയ്തേക്കുന്ന ഒരു ZMR ആണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ അത് ചെയ്തേക്കുന്നത് ഒരു നിയോ ലൈറ്റ് സൈഡ് ലൈറ്റിന് ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഹസാർഡ് ഇൻഡിക്കേറ്റർ ഹസാർഡ് ചെയ്തിട്ടുണ്ട്. HJയുടെ മിനി ഫോഗ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്ത് സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഹാൻഡിലിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇത് നമ്മുടെ ഹസാർഡിൻ്റെ സ്വിച്ച് വൈറ്റും കളറില്ല ഒരു മിനി ഫോഗ് ലൈറ്റാണ് കേട്ടോ കൊടുത്തത്. പിന്നെ RCBയുടെ ഗ്രിപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. RCBയുടെ ലിവർ ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു ലിവർ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബേഗിലോട്ട് പോകാൻ നേരത്ത് ടൈൽ ഗൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊണ്ടുവന്നതിനെക്കാട്ടി വണ്ടി കിട്ടിലെ ലുക്കിലായിട്ട് മാറ്റിയിട്ടുണ്ട്. സെറ്റ്. ഈ ഒരു നിയോ ലൈറ്റിൽ നമ്മൾ ഫ്ലിക്കറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും ഇതേപോലെ ഫ്ലിക്കായി നിൽക്കും കേട്ടോ. അടുത്ത് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്ന നമ്മൾ ടെന്നാൻ്റെ മിററാണ് കേട്ടോ. അത് സൂട്ടാവോ ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് സൂട്ടാവുകയാണെങ്കിൽ നമ്മൾ ഈ ടെന്നാൻ്റെ മിറർ സെറ്റ് ചെയ്യാനായിട്ട് പോവാം. ആവൂലേ? അപ്പോൾ അത് സൂട്ടാവത്തില്ല. അപ്പോൾ നമ്മൾ വയ്ക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ആ ഒരു മിറർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഗ്രൈൻഡിങ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്തിട്ട് നമ്മൾ ആ ഒരു ടെന്നാൻ്റെ മിറർ നമ്മൾ ZMRൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ലുക്ക് വെച്ചത് ഇതാണ്. വണ്ടിക്ക് അടിപൊളിയായിട്ട് മാച്ച് ആവുന്നുണ്ട് കേട്ടോ. ഈ മിറർ നേരത്തെ ഉള്ളതിനേക്കാൾ അടിപൊളിയായിട്ട് നല്ല വൈഡായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ വണ്ടിയുടെ ആ ഒരു ഹാൻഡിലിൻ്റെ ആ ഒരു പൊസിഷനിലോട്ടാണ് കറക്റ്റ് ആ മിറർ നിൽക്കുന്നത്. സെറ്റ്. ഗൈസ്, അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഫുൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 12 LED വരെ സ്ക്രൂ ടൈറ്റ് ചെയ്തല്ലേ. അപ്പോൾ കുഴപ്പമില്ല. 12 LED വരെ നമ്മൾ 24 LED ആണ് കേട്ടോ ഈ സൈഡിലായിട്ട് കയറ്റിയിരിക്കുന്നത്. കുറച്ചുകൂടെ കിടിലായിട്ട് കിട്ടാനായിട്ട് ആദ്യമായിട്ടാണ് 12 LED ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷേ അത് മാറ്റിയിട്ട് സൈഡ് നമ്മൾ 24 LED ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇതിൻ്റെ അത് കാണാൻ പറ്റുന്നത് കേട്ടോ. 24 LED എന്ന് പറയുമ്പോൾ സൈഡ് 2 സൈഡ് കൂടെ ആവാൻ 48 LED ആണ് ഫുൾ DRL സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ചേച്ചി അവിടെ ചോറ് വെച്ചുകൊണ്ട് ഈയണ വെച്ച് കറി എന്താ ചേച്ചി? ബീഫ്. ഓക്കെ, സെറ്റ്. അപ്പം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളെ എന്താണ് ഗമ്മൊക്കെ തേച്ച് ഈ ഗ്ലാസ് തിരിച്ച് ഒട്ടിക്കണം കേട്ടോ. അതാണ് ഈ അടുത്ത പരിപാടി. മെക്ക് ഇത് ചെയ്ത് തന്നതിന് വേണ്ടി മെക്കിന് ഞാൻ കുഴിമന്തിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ കേട്ടോ. കുഴിമന്തി വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. മെക്ക് ഒറ്റയ്ക്കേ ഉള്ളു. ബാക്കി സ്റ്റാഫിലൊക്കെ ഇത് ലീവാണ് കേട്ടോ. അപ്പം ഒറ്റയ്ക്ക് ഇരുന്ന് പണി ചെയ്യണം. അപ്പോൾ അതിൻ്റെ മന്തിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഹാപ്പി അല്ലേ? സെറ്റ്. അപ്പോൾ റാമിൻ്റെ മുകളിൽ റൈസ് എല്ലാം തട്ടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴിമന്തി, ചിക്കൻ മന്തിയും അതുപോലെ തന്നെ ചേച്ചി കൊണ്ടുവന്ന ബീഫ് കറിയും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ 2 പേരേ ഉള്ളു. അപ്പം കഴിച്ച് തീർന്നിട്ട് നമുക്ക് അതിൻ്റെ ഗമ്മും കാര്യങ്ങളും വെച്ച് ഒട്ടിച്ചിട്ട് വണ്ടിയിൽ സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫുൾ ലുക്ക് കാണാം. നമ്മുടെ ഹെഡ്ലൈറ്റ് ഗ്ലാസ്സൊക്കെ തേച്ച് ഒട്ടിച്ച് വെച്ചേക്കാണ് കേട്ടോ. ഫുൾ വർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഉണങ്ങുന്ന വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. തിരിച്ച് നമ്മുടെ വണ്ടിയിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ്. അപ്പം 24 LED വയ്ക്കുമ്പോൾ ആ ഒരു കിട്ടുന്ന ലൈറ്റിൻ്റെ പ്രകാശം കേട്ടോ. ഫോണിൽ കൺട്രോൾ ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വെച്ചേക്കാണ്. മാറ്റി വെക്കാം, കളർ മാറ്റി വെക്കാം. സീൻ കേട്ടോ. എനിക്ക് റെഡ് കളർ വല്ലാണ്ട് ഇഷ്ടമായി. റെഡ് വേണ്ട. ഇതാണ് റെഡ് ഇടുമ്പോൾ ലുക്ക് കേട്ടോ. റെഡ് കുറച്ചും കൂടെ ഒരു തിറച്ചിരിക്കുന്നുണ്ടല്ലേ. വണ്ടിക്ക് കുറച്ചും കൂടെ മാച്ചിങ് ആവാൻ തോന്നുന്നത്. സെറ്റ്. അയ്യോ, ഓക്കെ, സെറ്റ്. അപ്പോൾ എന്തായാലും നമുക്കിനിയിപ്പം ഇത് ഫുള്ള് നമുക്ക് ഗ്ലാസ് സൈഡ് കവർ ബാക്ക് ഡോർ എല്ലാം ഇട്ടിട്ട് നമുക്ക് വണ്ടിയിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ലുക്ക് എങ്ങനെ നോക്കാം. ഈ കാണുന്ന കിറ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഓട്ടോലോൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ചെറിയ പരിപാടിയൊക്കെ ഇടും.
അതിനായിട്ട് അപ്പോൾ വെയിറ്റിംഗ് ആയിരിക്കും, ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ വർക്ക് ഫുള്ള് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ക്ലീൻ വർക്കാണ്, വേറെ പ്രശ്നങ്ങൾ അറിവൊന്നുമില്ല. നമ്മുടെ സ്റ്റോക്ക് എങ്ങനെ ഇരുന്നാൽ അതേപോലെ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്ന് ആരെ കൊണ്ട് പറയാനായിട്ട് പറ്റത്തില്ല. ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കിയാൽ മാത്രമേ ഇത് അറിയാൻ പറ്റത്തുള്ളൂ. എവിടെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം ഈ DRൻ്റെ അകത്താണ് നമ്മൾ ചെയ്തിട്ടുള്ള. ബേക്കിൽ അതിൻ്റെ ഓയിലിങ് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ ഡ്യൂക്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അറിയാം ഇതിൻ്റെ ലുക്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ പരിപാടി അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് നല്ല ഈൽ ശല്യം കേട്ടോ. അതാണ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഫ്രണ്ട് ഫുള്ള് ഈലാണ്. അപ്പോൾ നമ്മൾ ആ DRL വർക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫോണിൽ തന്നെ കൺട്രോൾ ചെയ്ത് നമുക്ക് DRL ഓണാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഓണാക്കി ജസ്റ്റ് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മോഡ് ഞാൻ ജസ്റ്റ് ഇട്ടിരുന്ന മോഡാണ് കേട്ടോ. ഒരു മഴയിൽ കളർ മോഡാണ് പറ്റി അത് ഇട്ടിരുന്ന. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് മറ്റ് കളറൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ മാറ്റിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫോണിൽ കൺട്രോൾ ചെയ്യുന്നത്. ഇത് ഓട്ടോമാറ്റിക് മോഡാണ് കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക് ഇടാൻ നേരത്ത് നമുക്ക് ഇതിൻ്റെ കളർ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കളറും ഇങ്ങനെ മാറി മാറി വരും. ബ്ലൂ, യെല്ലോ, റെഡ്, ഓറഞ്ച്, അങ്ങനെ ലോകത്തുള്ള എല്ലാ കളറും നമുക്ക് ഈ ഒരു DRL നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അത്രയും കളർ നമുക്ക് ഇതിനൊക്കെ ഓടുന്ന രീതിയിലാക്കാനും പറ്റും. ഇതെല്ലാം നമുക്ക് ഈ ഫോണിലാണ് കൺട്രോളും കാര്യങ്ങളും ഇരിക്കുക. ഇത് മാത്രമല്ല നമുക്ക് വേറൊരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ മറ്റേ ഇത് ഓട്ടോമാറ്റല്ലേ, മറ്റേ സൗണ്ടിൻ്റെ മോഡാണ് കേട്ടോ. സൗണ്ടിലാണ് ഞാനല്ലേ. അപ്പോൾ നമ്മൾ എൻ്റെ സംസാരത്തിലാണ് ഇത് പനയിക്കൊണ്ടിരിക്കുന്നത്. അത് കാണാൻ എന്ത് വീട്ടിൽ നോക്കി സൗണ്ടിൻ്റെ ഇതിൽ കിടക്കുന്ന കാണാൻ. ഇതിന് ഒരു ഓറഞ്ച്, റെഡും ബ്ലൂ ഉള്ള മോഡലുണ്ട്, അതൊന്നും ഇട്ടേക്കോ. ഈ കാണുന്ന ഫുള്ള് റെഡ് കത്തി കിടക്കുന്നതാ. നമ്മൾ സാധാരണ ഞാൻ മുമ്പ് ചെയ്ത റെഡ് സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. അതാണെങ്കിൽ സൈഡിൽ നിന്ന് നോക്കിയാൽ അറിയാനായിട്ട് പറ്റും. ഇത് DRL ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഫുൾ കംപ്ലീറ്റ് ചോരയുടെ കളർ ഇങ്ങനെ തെറിച്ചിരിക്കുകയാണ് കേട്ടോ. അടിപൊളി. ഇപ്പോൾ ഫോണിൽ കൂടെ കാണുന്നതൊക്കെയല്ല, നേരിട്ട് കാണാനത്ത് അടിപൊളിയാണ്. ദൂരെ നിന്നൊക്കെ വരാൻ നേരത്ത് ഈ റെഡ് കളർ അടിപൊളിയാണ്. റെഡിൻ്റെ കണക്കത്തെ വേറെ കളറുണ്ട്, ബ്ലൂ ഇട്ടേന്ന് അതേപോലത്തെ കളറാണ് ഈ കാണുന്നത്. ബ്ലൂ ആട്ടെ. ബ്ലൂ ഓടുന്നതേ ഇനി ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ എവിടെ നോപ്പിക്കാനല്ലേ, തപ്പി എടുക്കട്ട്. ബ്ലൂ ഓടുന്നത് സീൻ സാധനം. എൻ്റെ മോനെ അടിപൊളി കേട്ടോ. നമ്മളെ ഡ്യൂക്ക് 390 അല്ലെങ്കിൽ 250 ഇതേപോലെ RGB ലൈറ്റ് സെറ്റ് ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നാൽ മതി. സംഭവം കിട്ടും കേട്ടോ. കിടുമെന്ന് വെച്ചാൽ വേറെ ലെവൽ സാധനം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് 48 LED വെച്ചുകൊണ്ടാണ് ഇത്രയ്ക്ക് വെട്ടം ഇതിനകത്ത് കിട്ടുന്നത് കേട്ടോ. ഡേ ടൈമിൽ ഈ ഒരു വെട്ടം ഇത്രയും കിട്ടത്തില്ലെങ്കിലും ഒരുവിധം നല്ലോണം നമുക്ക് വിസിബിൾ ആയ രീതിയിൽ കിട്ടും. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ ഇത് കിട്ടത്തില്ല. നമുക്ക് വീഡിയോ ഷൂട്ടിലൊക്കെ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഓണാവുന്ന സമയത്ത് നമുക്ക് ആ ഹെഡ്ലൈറ്റിൻ്റെ വൈറ്റും ഈ DRL കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് കത്തുന്നുണ്ട്. DRL കുറച്ചുകൂടെ എറിച്ച് നിൽക്കത്തില്ല. അതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ്. ഇപ്പം നൈറ്റ് ആയതാണ് കുറച്ചും കൂടെ എറിച്ച് കാണുന്നത് കേട്ടോ. അപ്പം ഇതാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ലൈറ്റ്. DRL നമുക്ക് കുറച്ച് എറിച്ച് കാണാൻ പറ്റത്തില്ല. അങ്ങനെ കാണണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കൂളിംഗ് പേപ്പറെല്ലാം ഒട്ടിക്കുന്നത്. കൂളിംഗ് പേപ്പർ ഒട്ടിക്കുന്ന സമയത്ത് ഈ DRL അടിപൊളിയായിട്ട് ഡേ ടൈമിൽ തിളങ്ങി നിൽക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളത്. ഇപ്പോൾ ഇത്രയും നേരം നമുക്ക് ഫുള്ളായിട്ട് നമ്മുടെ മെക്കാണ് ഫുൾ ശരിയായിട്ട് വന്നേട്ടാ. താങ്ക് യു. ഓക്കെ, അപ്പം ഇതേപോലത്തെ എല്ലാ വർക്കും ചെയ്താൽ നമ്മളെ വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കയറി ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അത് വരയ്ക്കും. ഗുഡ് ബൈ.